ഇവിടെ അവിടെ കുടുങ്ങി ഇപ്പോൾ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയ ഡോക്ടർ സുജയ് സിദ്ധൻ ഡാർച്ചിൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ സുജയ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഇപ്പോൾ കാഠ്മണ്ഡു എയർപോർട്ടിലാണോ താങ്കൾ ഇപ്പോൾ ഉള്ളത്? കാഠ്മണ്ഡു എയർപോർട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള നമ്മൾ കാഠ്മണ്ഡുവിലല്ല ഉള്ളത്. ഡാർച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചൈനയിലെ ടിബറ്റിന്റെ ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് നീങ്ങിയതാണോ അതോ നിങ്ങളെ ആരെങ്കിലും സുരക്ഷാ കവറിൽ കൊണ്ടുപോയതാണോ? നമ്മള് ഗ്രൂപ്പ് ട്രിപ്പായിട്ട് ഗ്രൂപ്പ് പിൽഗ്രിമേജ് വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഇതാണ് ബേസ് ക്യാമ്പ്. ഈ ഡാർച്ചിൻ എന്ന് പറഞ്ഞ ടിബറ്റിലെ ഏരിയ ആണ് ബേസ് ക്യാമ്പ്. ഇവിടുന്ന് ആണ് ആൾക്കാര് പരിക്രമണത്തിന് വേണ്ടി ഈ ഇത് എന്താ പറയാ കൈലാസം ചുറ്റാനായിട്ട് പോണത്. നിങ്ങൾ കൈലാസ യാത്രയ്ക്ക് ഇറങ്ങിയതാണല്ലേ? അതെ, കൈലാസ് മാനസരോവര യാത്രയ്ക്ക് ഇറങ്ങിയ ആൾക്കാരാണ് നമ്മള്. നിങ്ങൾ എത്ര പേരവിടെ കുടുങ്ങി കിടക്കുന്നു ഇപ്പോ? എന്റെ ഗ്രൂപ്പിൽ മാത്രം 100 പേരുണ്ട്. ഇത് മാക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലെ 10, 15, 20 ഗ്രൂപ്പുകൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇതിൽ എത്ര മലയാളികളുണ്ട്? താങ്കൾ അല്ലാതെ വേറെ എത്ര മലയാളികളുണ്ട്? ഇതിലൊരു 8 പേരോളം മലയാളികളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? അവിടെ നീങ്ങാൻ കഴിയുന്നില്ല? ഇല്ല, അതായത് നേപ്പാൾ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നേപ്പാളിൽ നിന്ന് ചൈനയിലേക്ക് ഇമിഗ്രേഷനും അവിടെ നിന്ന് നമ്മൾ റോഡ് മാർഗമാണ് കൈലാസത്തിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോ തിരിച്ച് അതേപോലെ വരാൻ പറ്റില്ല, കാരണം നേപ്പാള് ബോർഡർ ക്ലോസ് ചെയ്തു. ഇത് ഗ്രൂപ്പ് വിസ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ചൈനയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മളിവിടെ സ്ട്രാൻഡേർഡ് ആണ്. നാളെയാണ് പരിക്രമണിന് പോയിട്ടുള്ള ആൾക്കാര് തിരിച്ചു വരുള്ളൂ. കുറച്ചു പേരെങ്കിലും ഇവിടുത്തെ വെതർ ക്ലൈമറ്റ് വളരെ മോശമായതുകൊണ്ട് കുറച്ചു പേര് തിരിച്ചു പോന്നെങ്കിലും കുറച്ചു പേര് മുന്നോട്ട് പോയി. മാത്രമല്ല അവിടെ കാഠ്മണ്ഡുവിൽ ഒരു വിമാനവും പൊങ്ങുന്നില്ലല്ലോ. കാര്യം അവിടുത്തെ എയർപോർട്ടിന്റെ ഒരു ചിത്രം ഒരാൾ അയച്ചു തന്ന അവിടെ എയർപോർട്ടിൽ ഒരാളെ കാണുന്നില്ല. ഇത് കാഠ്മണ്ഡുവിലല്ല, ഇത് നേപ്പാളിന്റെ വെസ്റ്റേൺ സൈഡിലാണ്. അല്ല, അപ്പൊ നിങ്ങളുടെ മടക്കയാത്ര കാഠ്മണ്ഡു വഴിയല്ലേ? അല്ല, നേപ്പാൾ ഗുഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് എയർപോർട്ട് വഴിയാണ്. ആ എയർപോർട്ട് എല്ലാം അടച്ചുപോയി. അപ്പൊ ഇനിയിപ്പോ എന്താ മുന്നിലുള്ള വഴി? പ്രത്യേകിച്ച് ഒന്നും ഒരു വഴിയും നമ്മുടെ മുന്നിലില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് പലർക്കും നല്ല പ്രായമായിട്ടുള്ളവരാണ്, പല അസുഖങ്ങളും ഉള്ളതാണ്. പിന്നെ ഇവിടെ ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. എന്റെ റൂംമേറ്റ് അടക്കം ഓക്സിജനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതൊരു ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടുത്തെ റിസോഴ്സസ് വളരെ കുറവാണ്. പലർക്കും ഓക്സിജൻ കുറവുള്ളത് കൊണ്ട് എന്റെ കയ്യിലുള്ള മരുന്നുകളൊക്കെ വെച്ച് ഞാൻ തൽക്കാലം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റിയോ ഡോക്ടറെ? ഇപ്പൊ BJP കുറച്ച് പേര് വിളിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് വി മുരളീധരൻ സാറ് വിളിച്ചിരുന്നു. അല്ല, കേന്ദ്രമന്ത്രിമാരൊക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞു. അതെ, അവര് ഇടപെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നമ്മളെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം അവർ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊന്നും എയർപോർട്ടുകളില്ല. അതാണ് പ്രശ്നം അല്ലേ? റോഡ് മാർഗമാണ് വരാൻ പറ്റുള്ളൂ. റോഡ് മാർഗം ചൈനീസ് ബോർഡറിൽ വരാം. ഹിൽസ എന്ന് പറഞ്ഞ ചൈനീസ് ബോർഡറിൽ വന്നാലും നടന്നു വേണം നേപ്പാളിൽ കിടക്കാനായിട്ട്. നേപ്പാളിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ 4 പേര് കയറുന്ന ഹെലികോപ്റ്ററിലാണ് സിംകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുക. സിംകോട്ടിൽ നിന്ന് 17-18 പേര് കയറുന്ന ചെറിയ വിമാനത്തിലാണ് നേപ്പാൾ ഗുഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നേപ്പാളിന്റെ ഭാഗത്ത് എത്തുക. അവിടുന്ന് റോഡ് മാർഗമാണ് നമ്മൾ ലക്നൌവിൽ എത്തേണ്ടത്. നമ്മൾ ലക്നൌ വഴിയാണ് വന്നിട്ടുള്ളത്. അത് ശരി. നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ കോണ്ടാക്ട് ചെയ്ത മന്ത്രിമാരുടെ അടുത്ത് പറയാൻ കഴിഞ്ഞോ? വി മുരളീധരനാണ് സാറാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഇഷ്യൂ നമ്മൾ സാറിനോട് വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം അവർക്ക് സമയം കൊടുക്കണം, എങ്ങനെയാണ് പ്ലാൻ ചെയ്യാന്നുള്ളത് ആണ് സാർ പറഞ്ഞത് നമ്മളോട്. ഓക്കെ. എന്തായാലും ഡോക്ടറെ അവിടെ തന്നെ നിൽക്കുക, നമ്മളും ബന്ധപ്പെടാൻ ശ്രമിക്കാം. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഡാർച്ചിൻ എന്ന് പറയുന്ന പ്രദേശം ഡോക്ടർ സുജയ് സിദ്ധനാണ് നമുക്കിപ്പം ചേർന്ന്. കൈലാസ യാത്രയ്ക്കിടയിൽ അവരും അവിടെ പെട്ടുപോയി എന്നാണ്. ഈ നേപ്പാളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. നേപ്പാളിൻ്റെ അതിർത്തി അടച്ചതോടെയാണ് ഇവരുടെ മുന്നിൽ വാതിലുകൾ അടയുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രിമാരൊക്കെ ഇവരുമായി ബന്ധപ്പെടുന്നുവെന്നാണ് നമുക്ക് ലേറ്റസ്റ്റായി കിട്ടുന്ന വിവരം. ഈ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.